മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ കണ്ണാടിയാണ്. ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ ആ രാജ്യത്തിൻ്റെ ചരിത്രമോ ഗതകാല നാടിമിടിപ്പുകളോ അറിയുന്നില്ലെങ്കിൽ അവിടുത്തെ പത്രങ്ങളോ അവിടെയുള്ള വാർത്താ മീഡിയകൾ എന്തായിരുന്നാലും അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക നിലപാട്, രാഷ്ട്രീയമായ വീക്ഷണം, സാമൂഹ്യമായ നിലപാടൊക്കെ മനസ്സിലാക്കാൻ കേവലം ഒരു പത്രം മാത്രം എടുത്തു നോക്കിയാൽ മതിയാവുന്ന വിധത്തിൽ മാധ്യമം സമൂഹത്തിൻ്റെ നാടിമിടിപ്പായിട്ടാണ് അതിൻ്റെ തുടക്കം മുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ കണ്ണാടി എന്ന് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. സത്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ, നന്മകൾ പ്രചരിപ്പിക്കാൻ, അശരണരായ മനുഷ്യന്മാരുടെ കണ്ണീരൊപ്പുന്ന കാരുണ്യപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, ദുർബലരായ മനുഷ്യൻ്റെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് മാനവികതയുടെ അഭിമാനം സംരക്ഷിക്കാൻ, സമൂഹത്തിൽ ഛിദ്രത വരുമ്പോൾ ഐക്യം തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെ മാധ്യമങ്ങൾ നേതൃത്വം നൽകിയിരുന്നു എന്നത് വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമായി മാറുകയാണ്. ഇന്ന് വിപരീതമായ നിലയിലേക്കാണ് മാധ്യമങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അനുഭവം നമുക്ക് നേരിട്ട് ബോധ്യമാവുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ തന്നെ മാധ്യമങ്ങളുടെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള പല സേവനങ്ങളും എടുത്തു നോക്കിയാൽ സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും കണ്ണുനീര് വരുന്ന ഒരുപാട് സേവനങ്ങൾ മാധ്യമങ്ങൾ വഴി കേരള സമൂഹം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സുനാമി വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ, ഈ അടുത്ത് വയനാട് ദുരിതമുണ്ടായപ്പോഴൊക്കെ എല്ലാം മറന്ന് മനുഷ്യരായി കാണാനും ജാതി, വർഗ, മത വ്യത്യാസങ്ങൾക്കതീതമായി മാനവികതയെ ഒന്നായി കാണാൻ മാധ്യമങ്ങൾ വഹിച്ച സേവനം ചെറിയതൊന്നുമല്ല എന്ന് നമുക്കറിയാം. അത് ചരിത്രത്തിലും അതുപോലെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. 1984 ഭോപ്പാൽ ദുരന്തമുണ്ടായതിൻ്റെ ശേഷമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റിയുള്ള വലിയ ഒരു ശ്രദ്ധ ലോകത്ത് തന്നെ, ലോകശ്രദ്ധ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് നയിക്കാനും ഓരോ രാജ്യത്തിൻ്റെയും നിയമനിർമ്മാണ സഭകളെ മണിക്കൂറുകളെടുത്ത് ചർച്ച ചെയ്ത് നിയമങ്ങളുണ്ടാക്കി കൃത്യമായ പരിസ്ഥിതി സംരക്ഷണ സംവിധാനമുണ്ടാക്കാനും മാധ്യമങ്ങളാണ് ഒരു പരിധിവരെ നേതൃത്വം നൽകിയത് എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല.